പാട്ട് കേൾക്കുമ്പോ ഇരിക്കുന്നത് പിമ്പിൾ ഫേസ് ആണ് കേട്ടോ എന്റെ ലിപ്സ്റ്റിക്കിന്റെ. അപ്പൊ ഗൈസ് ഷൂസ് അയ്യോ ഏതാ നല്ലത് ഉണ്ട് ഗൈസ്. ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളാണ്. ആദ്യക്ക് സ്കൂളില് ആനുവൽ ഡേ ആണ്. അപ്പൊ അവൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. നെക്സ്റ്റ് വീക്കാണ് ആനുവൽ ഡേ. അപ്പൊ അതിനായിട്ട് ചെറിയൊരു ഷോപ്പിംഗ്. അപ്പൊ ലോങ് വീഡിയോസ് ഒന്നുമില്ല കേട്ടോ ഇടാനായിട്ട്. നമ്മൾ എപ്പോഴും ഷോർട്സ് മാത്രമല്ല ഇടുന്നുള്ളൂ, ലോങ് വീഡിയോസ് ഒന്നുമില്ല. അപ്പൊ ശരി, ഇന്നത്തെ ഒരു ഷോപ്പിങ്ങിന്റെ ആവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. എന്താ ചേട്ടൻ സംഭാരം മേടിക്കാൻ പോയിരിക്കും കേട്ടോ. എവിടെ ആള്? നല്ല വെയിലുണ്ടേ. അപ്പൊ എനിക്ക് കാണിച്ചാല് പുറത്ത് ഇറങ്ങിയാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയില് സംഭാരം എന്തെങ്കിലും കുടിക്കണം. വാ ഏട്ടാ, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ബട്ടർ മിൽക്ക്. അപ്പൊ കുടിച്ചിട്ട് തുടങ്ങാലോ ആദ്യം. അങ്ങോട്ട് നിൽക്ക്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോന്ന് വിചാരിക്കും. ഇല്ല കേട്ടോ, ഇപ്പൊ എന്താന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ചൂടാണ്. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് വേറെ ജ്യൂസും വെള്ളവും ഒന്നും പറ്റുന്നില്ല. എനിക്ക് ഈ സംഭാരം കുടിച്ചാൽ മാത്രമേ ഒരു ആശ്വാസം കിട്ടുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങളായി പുറത്ത് ഇറങ്ങിയ ഉടനെ സംഭാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ചൂടിന്റെ ആയിരിക്കും. അത് ശീലിച്ചു എന്ന് പറയാം. ഒരു 2 വീക്സ് ആയിട്ട് അത് ശീലിച്ചു എന്ന് പറയാം. അപ്പൊ നമുക്ക് പോവാം ഷോപ്പിംഗ്. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് കാണണേ. എന്റെ ഇന്നത്തെ ചെറിയൊരു സൺഡേ വ്ളോഗ്. ഓക്കെ, ബൈ. ബൈ അല്ല, വരൂ. ഇതൊന്നുമില്ല കേട്ടോ, ഞങ്ങളിങ്ങനെ ചുമ്മാ പാട്ട് കേൾക്കുമ്പോ ഇരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫിനിക്സ് മോൾ എത്തിട്ടോ. പാർക്കിംഗ് സൈഡാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. ഇതൊക്കെ എല്ലാവരും രാവിലെ എണീറ്റ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടാവുമല്ലേ. മറ്റേ സിനിമ ഉണ്ടല്ലോ 3 BHK. നല്ല പടമായിരുന്നു കേട്ടോ അത്. കാറിൻ്റെ ഉള്ളിൽ ക്ലിയർ ഇല്ല കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നലത്തെ മൂവി. ഇന്നലെ ഞങ്ങൾ 3 BHK കാണാൻ വന്നായിരുന്നേ. നല്ല പടമായിരുന്നു കേട്ടോ. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ പടം തുടങ്ങിയപ്പം മുതൽ അവസാനം വരെയും ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. അവസാനം പിന്നെ പറയണ്ട, ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വരും. ഞാൻ പിന്നെ ഏത് സിനിമ കണ്ടാലും കരയുന്ന കൂട്ടത്തിലാണല്ലോ. ചേട്ടാ പടം ഉണ്ടായിരുന്നു. അല്ല, അവിടെ അടിപൊളിയാണ്. സിദ്ധാർത്ഥ് ഒരു രക്ഷയില്ല, ആൾ അടിപൊളിയാണ്. പൊതുവെ നമുക്ക് അറിയാമല്ലോ സിദ്ധാർത്ഥിൻ്റെ പടങ്ങൾ, സിദ്ധാർത്ഥിൻ്റെ ആക്ടിങ് എങ്ങനെയാണെന്നുള്ളത്. സൂപ്പർ പടം, ഭയങ്കര ഇഷ്ടമായി. സിനിമ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും കാറിലിരുന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമം വരുന്നു കേട്ടോ. എന്തോ ഒരു സങ്കടം പോലെയായി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ആ സിനിമ കണ്ട് കാണണേ, സൂപ്പർ പടമാണേ. പിന്നെ ശരത് കുമാർ പറയണ്ടല്ലോ, ശരത് കുമാർ ദേവയാനി ആ ഒരു കോംബോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ മാക്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കട്ടെ, പറ്റുകയാണെച്ചാൽ എടുക്കണം, ഇല്ലെങ്കിൽ വേറെ നോക്കാം. ഇല്ല അതി ഏതാ നോക്കുന്ന കുട്ടി? ജീൻസ് അല്ല, പാൻറ്. അവർക്ക് ബാഗിയാണ് വേണ്ടത്, ബാഗി. അപ്പം ഞാൻ നേരെ നമ്മുടെ കുർത്ത സെക്ഷനിൽ. കുർത്തീസൊക്കെ ബൈ 2 599. കുർത്ത നോക്കിയാലോ? ഭയങ്കര സിമ്പിൾ കുർത്തീസാണ്. നമുക്ക് ആ സൈഡ് കൂടെ നോക്കാം അല്ലേ മിന്നു? ഓ, ഇവർ അങ്ങോട്ട് പോയല്ലോ. ഇച്ചിരി വില കുറവുണ്ട് കേട്ടോ. 299. അല്ലെങ്കിൽ പിന്നെ ലൈഫ് സ്റ്റൈൽ പോണ്ടോടി. അതെയോ? നോക്ക്, എന്നെ കാണുന്നുണ്ടോ?
399 ഉള്ളൂ ബൈറ്റ്. അല്ലെങ്കിൽ നമ്മൾക്കില്ല ആദ്യം നോക്കാം അല്ലേ. ഇവളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഇച്ചിരി പാടാണ്, കുറേ ടൈം എടുക്കും അവൾക്ക്. ഈ ജനറേഷത്തെ കുട്ടികളാണോ, ഈ ജനറേഷത്തെ കുട്ടികൾ നല്ല പോപ്പുലറാണ്. എന്തെങ്കിലൊക്കെ പറയുന്നത് അവള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അതൊന്നും കാര്യമാക്കില്ല കേട്ടോ, അവളിങ്ങനെ ഓരോ വട്ടു പറയും. ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നു. ഞാൻ എങ്ങനെ പോയാലും ഈ കുർത്തി സെക്ഷനിൽ തന്നെ വരും. ഞാൻ കുട്ടിയുടെ കാര്യം ഒന്ന് നോക്കട്ടെ. വരൂ ഗൈസ്. ഇങ്ങനെ കറങ്ങി തിരിയാതെ നമ്മൾ വല്ലതും എടുക്കണ്ടേ. ഇനി ആദ്യം പാന്റ് നോക്ക് പോ. അല്ലെ നമുക്ക് ലൈഫ് സ്റ്റൈൽ പോയാലോ? ഇവിടെ ഇല്ല തോന്നുന്നു. ഇവിടെ സ്റ്റൈൽ സുരേട്ട നേരത്തെ കേറിയോ? എന്താ സുരേട്ട എന്നെ കൂട്ടാതെ പോയത്? എന്താടോ എന്നെ കയറ്റില്ല? ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റൊമാൻറ്റിക് വീഡിയോസ് എടുക്കട്ടെ കേട്ടോ. കൈ കാണിക്ക്. എടുക്കാൻ പറ്റിയാ? ഇവളിങ്ങനെ എനിക്കിവിടെ ഒത്തിരി വിശക്കുന്നു. എനിക്കിങ്ങനെ പുറത്തിറങ്ങിയ വിശപ്പാണ് കേട്ടോ. അല്ലേ ഇവര് ഏട്ടനും പിള്ളേരും പറയും പുറത്തിറങ്ങിയ ഒരു വിശപ്പാണെന്ന്. എന്താ അറിയില്ല, പുറത്തിറങ്ങിയ വിശപ്പ് തന്നെയാണ്. ഒരു ചായ എങ്കിലും കുടിക്കണം. ട്രൈ ചെയ്താ പിന്നെ ഞാൻ മേടിക്കും, അതാണ് പ്രശ്നം. വേണ്ടല്ലേ என்ன பிராண்ட் இது? Maybelline. Maybelline. Like the dark colors. Wine color. Wine. இல்லைன்னா நியூட் ஆனா இவளுக்கு டிண்ட் வேணுமா? டிண்ட் கலர்ஸ் 1 by 1 காமிக்கவா? முடிச்சிட்டு வந்துரு. ഇത് വൈൻ ഷേഡ്മാ. ലിപ്സ്റ്റിക് കുറച്ച് ഗ്ലോസി ടൈപ്പ് ആണ് കേട്ടോ. നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം. സൂപ്പർ മെറൂൺ നന്നായിട്ട് അല്ലേ? ഏതാ നല്ലത്? ബ്രൗൺ മെറൂൺ ആൻഡ് പ്ലം வந்து காமன் ஷேட்ஸ் மா. എവ്വളോ ഇത്? 849 buy 2 get 1 free. അമ്മന്റെ ഇത് നന്നായിട്ട് അല്ലേ? ഫസ്റ്റ് വൺ അല്ല, ഇത് സെന്ററില്. ഗൈസ് ലിപ്സ്റ്റിക് അടിച്ചാട്ടോ. ഈ ഷെയ്ഡ് കൊള്ളാമല്ലേ? ആദ്യം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് എങ്ങനെ ഉമ്മ കൊടുക്കണം. അപ്പൊ ഏതപ്പോ എടുക്കേണ്ടത്? liquid is now trend. This powder is old. Maybelline is very fast moving now. എങ്ങിട്ട് ലിക്വിഡ് ഇருக்கு. ചെറിയ ഗ്ലോസി, പിന്നെ ഒരു ടിന്റ് ടൈപ്പ് ആണ്. ലിപ് ആൻഡ് ചീക്ക് ടിന്റ്. പിന്നെ വന്നിട്ട് ബൈ 2 get 1 ഫ്രീ. അപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഹൈലൈറ്റർ ആണ് കേട്ടോ. അപ്പോ ഇതിന്റെ വില വന്നിട്ട് 849. അത് 750. അപ്പൊ നമ്മള് 1600 7 അത്രയായിട്ടോ. ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ എനിക്ക് ഹൈലൈറ്റർ ഒരു 3 ഉണ്ട്. അത് വന്നിട്ടെല്ലാം ലിക്വിഡ് ആണ്. അപ്പൊ ഇത് പൗഡർ ടൈപ്പ് എടുത്താണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. എന്റെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, കാണുന്നുണ്ടോ? പിന്നെ ന്യൂസിൽ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഗ്ലോസി ആയിട്ടില്ലേ? അപ്പൊ ഇനി എന്റെ അടുത്തത് ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ചെയ്യാട്ടോ. ഇവള് മേക്കപ്പ് ആണല്ലോ. എടി നീ എന്താ കാണിക്കണത്? ഇതാണ് ഈ കുട്ടികളെയും കൊണ്ട് വന്നാലുള്ള കാണിക്ക്. കണ്ണ് കണ്ണടക്കി. ഇങ്ങനെ നിക്ക്. ഷോ നീ നീലപ്പൊന്മാൻ വരി ഉണ്ടോ? ഈ നീലപ്പൊന്മാൻ
എന്റെ ഭയങ്കര പിമ്പിൾ ഫേസ് ആണ് കേട്ടോ. അപ്പോ പിമ്പിൾ ഫേസ് ആയതുകൊണ്ട് എനിക്ക് ചില സമയത്തൊക്കെ മേക്കപ്പ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കേട്ടോ, ഒരു കുറച്ച് മാസങ്ങളായിട്ട് കുരുക്കളൊന്നും അങ്ങനെ വരുന്നില്ല. എത്രയോ വ്യത്യാസം ഉണ്ടല്ലേ. പിന്നെ ആദ്യം അമ്മയുടെ ഫേസ് അത്രയും പറയുമായിരുന്നു, ഇപ്പൊ കുരുവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ മാർക്സ് ഉണ്ട്, എന്നാലും കൂടെ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യാസം ഉണ്ട് കേട്ടോ കുരുവൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പറ്റില്ല ഈ കുരു ഉള്ളതുകൊണ്ട്. അപ്പൊ ഇപ്രാവശ്യം അതൊന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഗ്ലോസ് കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കണ്ടില്ലേ. അപ്പൊ കുരു ഇതുണ്ട്. ഇവിടെ കുറച്ച് മാർക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സൈഡ് ഫുൾ ക്ലീൻ ആയാൽ മതി. എത്ര നേരമായില്ലേ ഇവിടെ നിന്ന് സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നു. അപ്പൊ ഗൈസ് ഷൂസ് അയ്യോ എന്താ പറയാ ഷൂസ് ഇവിടെ ഞാൻ പറയാം. ആദ്യം ഡാൻസിന് വേണ്ടിട്ട് ഷൂസ് തേടി നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സിന് എല്ലാവർക്കും കിട്ടിയില്ലേ, ഇവർക്ക് മാത്രം ഷൂസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് മേടിച്ചതാണ് ഇത്, കാണിച്ചു കൊടുക്കുന്നത്. യെസ് ഗൈസ്, പിടിക്കൂ, മൈക്ക് പിടിക്കൂ. എങ്ങനെയുണ്ട്, ഇഷ്ടമായി നമുക്ക്? യാ, നല്ല എസ്തറ്റിക് അല്ലേ? അതെ. പക്ഷെ ഇതൊന്നും പാടില്ല, ഫുൾ പ്ലെയിൻ അല്ലേ വേണമെന്ന് പറഞ്ഞത്. ഇല്ല, ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ മാമിന് അയച്ചു കൊടുത്തു. അപ്പൊ മാം പറഞ്ഞു ഓക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ജിഞ്ചർ ആണ് കേട്ടോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജീൻസ് നോക്കാല്ലേ? ഭയങ്കര ലിപ്സ്റ്റിക് ഭയങ്കര ഒട്ടുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോഴ്. അങ്ങനെ എന്തോ ഒരു ഇത്. പക്ഷെ കളർ നന്നായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ജീൻസ് വാങ്ങിക്കാൻ പോവാം. കമോൺ കമോൺ. ഇനിയിപ്പോ അതും ടീച്ചറോട് ചോദിക്കണം. ടീച്ചർ യെസ് പറഞ്ഞാൽ മാത്രമല്ല എടുക്കാൻ പറ്റുള്ളൂ. ജീൻസ്. ബൈ ഗൈസ്. അതെ ഗൈസ്, ഇവളില്ലേ ഇവിടെ ഷോ കാണിച്ചാണ് കേട്ടോ. ഇവൾക്ക് ഷൂസ് പറയാനൊക്കെ അറിയാം. പക്ഷെ വീഡിയോയുടെ മുമ്പിൽ അവളൊന്ന് ആളാവാൻ വേണ്ടിട്ട് അല്ല, എനിക്ക് ശരിക്കും എന്തോ ആകാംക്ഷ. എല്ലാം അറിയാം. അവൾ ആ സമയത്ത് പറഞ്ഞാണ്. എല്ലാവരും വിചാരിക്കും ഈ കുട്ടി നാവ് പഠിക്കില്ല, ഒന്നും പറയാൻ അറിയില്ല എന്ന് വിചാരിച്ചോണ്ടാ. നിന്റെ വിലയുടെ പോ നാറും നീ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഇത് ഹിപ്പ് കറക്റ്റ് ആവും തോന്നുന്നില്ല എനിക്കല്ല അവൾക്ക്. നിക്ക് ഒരു എങ്ങനെയുണ്ട്? അല്ല ഇത് വേണോ ഞാനിവിടെ പ്രൊമോഷന് വന്നതാണ് കേട്ടോ. എടി മാറ്, എന്റെ പ്രൊമോഷൻ നീ മാറ്. ഇതെങ്ങനെയുണ്ട്? ഫാഷൻ ഷോ മാറടി, ഞാൻ നടക്കട്ടെ. മാറ്. മതി വാ തുണക്ക്. എന്നാ ഇന്ത്യയിലേത് ഈ ബ്ലാക്കില് നമുക്ക് റെഡ് ഡിസൈൻ ചെയ്താലോ? ഇതാണ് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം അമ്മ ചെയ്തത്. ഇവിടെ നമുക്കില്ലേ ഇത് കിട്ടിയാ? അങ്ങനെ ലാസ്റ്റ് കിട്ടിട്ടോ. വേണ്ട, വരും. എനിക്ക് ഇനി ടീഷർട്സ് വേണം കേട്ടോ. ഉണ്ടല്ലേ ബോഡിക്കോൺ സ്ട്രെച്ചബിൾ ആണ്. കണ്ടോ ഗൈസ്, ഒരു ലോങ് സ്കർട്ട്. സോ വാട്ട്?
ഹായ് പറയൂ. പിന്നെ എപ്പോഴും അങ്ങനെ വീഡിയോയിൽ വരാറില്ല. എന്നാലും കുട്ടി ഇപ്പൊ കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ? Yeah, just a little. And here is Sadia. Lipstick eye guys in my cheeks. കൊറേ നടന്നപ്പോൾ ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് നേരത്തെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ്. 12 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ലപോലെ വിശക്കുന്നുണ്ട്. എല്ലാവരും മിക്ക ദിവസങ്ങളിലും നമ്മള് പുറത്തു പോകുമ്പോൾ ലേറ്റ് ആവാറ പതിവിന്ന് നേരത്തെയാണ് കേട്ടോ. എന്തായാലും വേഗം കഴിക്കാവാ. കോംബോ എടുത്താലോ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സ്പെഷ്യൽ വെജിറ്റേറിയൻ താലി വാങ്ങിക്കണം. ഏതാ വേണ്ടത്? ഇത് നമ്മുടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരെണ്ണം മേടിക്കുന്നുണ്ട്, പിന്നെ വേറെ ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ട് ആയതുകൊണ്ട് നമ്മൾക്ക് വെറൈറ്റി ഫുഡ് എന്ന് വേണമെങ്കിൽ കഴിക്കാലോ. മോമോസ് അടിപൊളിയായിട്ടില്ലേ? ഇത് ഫേക്ക് ആണോ? അത് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഫുഡ് കോർട്ടില്. എല്ലാവരും തിരക്ക് തന്നെയാണ്. ഇന്നലെ സിനിമയ്ക്ക് പോയപ്പോൾ KFC കഴിക്കാന്ന് വിചാരിച്ചു. ടൈം ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് KFC കഴിക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇതിലേതാ വേണ്ടത്? ദേ നമ്മുടെ ബിരിയാണി ലസ്സി. കുഴപ്പമില്ല. വേറെ പറട്ടെ. എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ ഐറ്റം കൂടി ഉണ്ടല്ലോ വരാൻ. പൊറോട്ട ഒരൈറ്റം ഇല്ലേ? കഴിക്കാം. വിശക്കുന്നു. അയ്യോ, മിനി പോപ്കോൺ അല്ലേ? നോക്കട്ടെ, കഴിക്കാം നമുക്ക്. എടുക്ക്. ഓണാണ് നമ്മുടെ മിനി പോപ്കോൺ. സൂപ്പറായിട്ടോ. ആദ്യത്തെ ബിരിയാണി അതിനുണ്ട്. അടുത്ത നമ്പർ 12. ഡിപ്പ് ചെയ്യണം അല്ലേ? സൂപ്പർ. കച്ചപ്പ് വേണ്ട. വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. റോളും കൂടി എത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് റോൾ അല്ലേ? ഷാങ്ഹായ് സ്പ്രിംഗ് റോൾസ്. ഞാൻ ടയേർഡ്. ഇവിടെ ഓരോ ആക്ഷൻസ് ഉണ്ടല്ലോ. ഉറങ്ങിയോ? കുഴപ്പമൊന്നുമില്ല. ഉറക്കം വരുന്നു. ഇതിന് 500 രൂപയാണ് കേട്ടോ. 500 രൂപയ്ക്ക് മാത്രം ഒന്നുമില്ല.